വെൽക്കം ടു ദ വുമൺ ഓഫ് ഓണർ സീരീസ്. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നതായ വിഷയം ഒരു ബെറ്റർ കോൺവെർസേഷൻ, അതിനെക്കുറിച്ചാണ്. ഒരു അക്സെപ്റ്റൻസ് കിട്ടുവാനായിട്ട് നമ്മൾ എങ്ങനെയായിരിക്കണം സംസാരിക്കേണ്ടത്, മറ്റുള്ളവരുമായിട്ടുള്ള മിംഗ്ലിങ് എങ്ങനെ ചെയ്യണം, നമ്മൾ അതിന് ശ്രദ്ധിക്കേണ്ടതായ ഏതാനും ചില പോയിൻറ്റുകളെക്കുറിച്ച് പറയാമെന്ന് ആഗ്രഹിക്കുന്നു. ഒന്നാമതായി, ബി ഇൻ ദ പ്രസൻറ്റ്. നമ്മൾ ഇപ്പോഴുള്ള ആ പ്രസൻറ്റായിട്ടുള്ള ആ അവസ്ഥയിൽ ആയിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ലിസൺ പ്രോപ്പർലി. മറ്റുള്ളവർ പറയുന്നത് ശ്രദ്ധ വെച്ച് കേൾക്കണം. അതുപോലെ തന്നെ രണ്ടാമതായിട്ട്, എപ്പോഴും ഓപ്പൺ എൻഡഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിക്കുവാനായിട്ട് പ്രയോറിറ്റി കാണിക്കണം. അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങൾ അറിയുവാനുള്ള ആ ഒരു ഫ്ലോയിൽ ഗോ വിത്ത് ദ ഫ്ലോ. അങ്ങനെ അറിയാത്ത കാര്യങ്ങൾ അറിയില്ല എന്ന് തന്നെ പറയുക. പുതുതായി കടന്നു വരുന്ന ചിന്തകളുണ്ടെങ്കിൽ അതിനെ വിട്ട് കളയുക. നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആ വിഷയത്തിനോടൊപ്പം പോകുവാനായിട്ട് ശ്രദ്ധിക്കുക. മൂന്നാമതായി, അനുഭവങ്ങൾ പറയാതെ ഐഡിയാസ് പറയുവാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ ദിവസവും നമ്മൾ മോട്ടിവേഷണലായിട്ടുള്ള പുസ്തകങ്ങൾ ഒരു 10 to 20 പേജസ് വായിക്കുമ്പോൾ നമുക്ക് ഐഡിയാസ് കിട്ടുമെന്നുള്ളത് ഒരു ശ്രദ്ധേയമായ വിഷയമാണ്. അതുപോലെ തന്നെ ആവശ്യം വന്നാൽ മാത്രം ഐഡിയ പറയുക, അല്ലെങ്കിൽ നമ്മളുടെ ഐഡിയ നമ്മുടെ മനസ്സിൽ തന്നെ സൂക്ഷിക്കുക. നാലാമതായി, റിപ്പീറ്റ് ചെയ്ത് പറയാതിരിക്കുക. അതുപോലെ തന്നെ വീണ്ടും പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും സ്റ്റോറി പോലെ തന്നെ പറയുന്നത് അവോയ്ഡ് ചെയ്തുകൊണ്ട് അവർക്ക് ലഭിക്കേണ്ടതായ കാര്യങ്ങൾ മാത്രം പറയുവാനായിട്ട് ശ്രദ്ധിക്കുക. ഷോർട്ടായിട്ട് പറയുക. ചുറ്റുപാടുകളുമായി കണക്ട് ചെയ്ത് കമ്പയർ ചെയ്ത് പറയാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ബോഡി ലാംഗ്വേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ പോസിറ്റീവായിട്ട് ഉള്ള ഒരു രീതിയായിരിക്കണം, അങ്ങനെയുള്ളൊരു സ്ട്രക്ചറായിരിക്കണം നമുക്ക് ഉണ്ടായിരിക്കേണ്ടത്. ഈ ക്വസ്റ്റ്യൻ നമ്മളോട് തന്നെ ചോദിച്ചാൽ നമ്മളൊക്കെ എന്തായിരിക്കും ഇതിൽ നിന്ന് കിട്ടുക എന്ന് നമ്മൾ ചിന്തിച്ചാൽ കറക്റ്റായിട്ടുള്ള ഐഡിയ നമുക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ വളരെ ബ്രീഫായിട്ട് കാര്യങ്ങളൊക്കെ ആൻസർ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. നല്ല ഐ കോണ്ടാക്റ്റോടുകൂടി ഒരു സംസാരത്തിൽ ഇടപെടുന്നത് എപ്പോഴും നന്നായിരിക്കും. എതിരിലിരിക്കുന്ന ആളുടെ കണ്ണിലേക്ക് നോക്കി സംസാരിക്കുവാനായിട്ടുള്ള ആ ഒരു ക്ലോക്ക് വൈസ് നോക്കി ഓർ ആൻറ്റി ക്ലോക്ക് വൈസ് നോക്കിയിട്ട് നമുക്ക് സംസാരിക്കാവുന്നതാണ്. അതുപോലെ മറ്റുള്ളവരെയും കൂടി അതിൽ പങ്കെടുക്കുവാനായിട്ട് അവസരം കൊടുക്കേണ്ടത് ആവശ്യമാണ്. അതിനായിട്ട് ശ്രമിക്കണം. മുഴുവൻ സമയം നമ്മൾ തന്നെ ഉപയോഗിക്കാതിരിക്കുക. ഒരു റാപ്പോ ഡെവലപ്പ് ചെയ്യുന്ന രീതിയിലായിരിക്കണം നമ്മളുടെ സംസാരങ്ങൾ. അതുപോലെ നമ്മുടെ വിശ്വാസം, അത് അവരുടെ ആക്സെപ്റ്റൻസ്, അതുപോലെ സെയിം ഐഡിയാസ്, അതൊക്കെ നമുക്ക് ഷെയർ ചെയ്ത് സംസാരിക്കാവുന്നതാണ്. എപ്പോഴും നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യുവാനായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ ക്രെഡിറ്റ് മറ്റുള്ളവർക്ക് കൊടുക്കുകയും അഫർമേഷൻസിനോടുകൂടി പറയുവാനും സാധിക്കണം. കേൾക്കുന്ന നല്ല കാര്യങ്ങളെ നമ്മൾ കുറിച്ച് വയ്ക്കുക. അതുപോലെ മറ്റുള്ളവർക്ക് കൊടുക്കാവുന്ന നല്ലൊരു ഗിഫ്റ്റാണ് നല്ല ഐഡിയാസ്. ഇത്രയും ആണ് നമ്മൾക്ക് ഈ ഒരു ബെറ്റർ കോൺവെർസേഷൻ ടു ഗെറ്റ് അക്സെപ്റ്റൻസ് എന്നുള്ള ആ വിഷയത്തെക്കുറിച്ച് എനിക്ക് പറയുവാനായിട്ടുള്ളത്. ഇത് ഏതാനും ചില ഐഡിയകൾ എനിക്കും വായിച്ചും ഒക്കെ കിട്ടിയതാണ്. ഈ കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ അത് പ്രയോജനപ്പെടുത്തുവാനായിട്ട് ശ്രദ്ധിക്കുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും നല്ല ഒരു വിഷസ് നേർന്നുകൊണ്ട് ഈ വീഡിയോ ചുരുക്കുന്നു.